ഇത് മൂന്നാമത്തെ പാർട്ടാണ്. ആദ്യത്തെ 2 പാർട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ 1 റിയൽ നമ്പേഴ്സ് ക്ലാസ് 10. നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 1.2 ആണ്. ഇതിന് വേണ്ട 1-2 കാര്യങ്ങൾ ഒന്ന് പറയാം. നമുക്ക് ആദ്യം വേണ്ടത് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ പ്രൈം ഫാക്ടേഴ്സ് ആണ്. 2 ഒരു പ്രൈം നമ്പറാണ്, കാരണം 1 × 2 1ഉം 2ഉം അല്ലാതെ 2ന് വേറെ ഫാക്ടേഴ്സ് ഇല്ല. 3 അതുപോലെ തന്നെ 3ഉം 1ഉം അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഇല്ല. 5 എടുത്താൽ 5ഉം 1ഉം അല്ലാതെ 5ന് വേറെ ഫാക്ടേഴ്സ് ഇല്ല. 7 എടുത്താലും 11 എടുത്താലും 13 എടുത്താലും 17ഉം 19ഉം ഒക്കെ എടുത്താലും ഇത് എല്ലാം പ്രൈം നമ്പേഴ്സാണ്. കാരണം ഇപ്പോൾ 7 ആണെങ്കിൽ 1ഉം 7ഉം അല്ലാതെ അതിന് വേറെ ഫാക്ടേഴ്സ് ഇല്ല. എന്നാൽ 4 എടുത്താൽ അതല്ല അവസ്ഥ. 1ഉം 4ഉം അല്ലാതെ 2 4ൻ്റെ ഒരു ഫാക്ടറാണ്. 1 2 4 ഫാക്ടറാണ് 4ൻ്റെ. സോ 4 ഒരു പ്രൈം നമ്പർ അല്ല, 4 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. ഇതുപോലെ തന്നെ 6 എടുക്കുവാണെങ്കിൽ 1ഉം 6ഉം അല്ലാതെ 2ഉം 3ഉം 6ൻ്റെ ഫാക്ടേഴ്സായിട്ട് വരുന്നുണ്ട്. സോ 6ഉം ഒരു പ്രൈം നമ്പർ അല്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 6ലും 7ലും 8ലും ഒക്കെ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 140 എന്നുള്ള നമ്പറിനെ അതിൻ്റെ പ്രൈം ഫാക്ടറിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതാൻ. സോ 2ഉം കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നു, 70 കിട്ടും. പിന്നെയും 2ഉം കൊണ്ട് ചെയ്യുന്നു, 35 കിട്ടും. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 7 കിട്ടും. സോ 140 ഈസ് ഈക്വൽ ടു 2 × 2 2 × 2 × 5 × 7 ഈക്വൽസ് 2 × 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 5 × 7. ഇതാണ് 140യുടെ പ്രൈം ഫാക്ടറിൻ്റെ പ്രോഡക്റ്റ്സ്. സിമിലർലി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ രണ്ടാമത്തെ പാർട്ട് 156. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 78. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 39. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, സോ 13. അപ്പം നമുക്ക് എങ്ങനെ പറയാം 156നെ 2 × 2 × 3 × 13 ഈക്വൽസ് 2 × 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 3 × ഇതാണ് 13. ഇതാണ് നമ്മുടെ 156ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ്റെ പ്രോഡക്റ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3825 3825 എല്ലാം കൂടെ കൂട്ടുമ്പം 18 വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ വേണമെങ്കിൽ 3 കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ 5 കൊണ്ടും ചെയ്യാം. തൽക്കാലം നമ്മൾ 3 കൊണ്ട് ചെയ്യുന്നു. 1275. ഇതിൻ്റെ എഗെയിൻ 1275 കൂട്ടുകയാണെങ്കിൽ നമുക്ക് 3ൻ്റെ ഫാക്ടർ കിട്ടും. സോ 3 കൊണ്ടോ 5 കൊണ്ടോ ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 425. ഇനി നമ്മളിവനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, 8 5 85. എഗെയിൻ 5 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നു, 17. സോ 3825 ഈസ് ഈക്വൽ ടു 3 × 3. ദാറ്റ് ഈസ് 3 × 3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ഇൻറ്റു 5 × 5. സോ 5 സ്ക്വയർ ഇൻറ്റു 17. ക്വസ്റ്റ്യൻസൊക്കെ വളരെ എളുപ്പമാണ്. ഡിവൈഡ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അടുത്തത് 5005 5005. നമുക്കറിയാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 5ലാണ് അവസാനിക്കുന്നത്. സോ 1001. പലതും ട്രൈ ചെയ്ത് നോക്കണം. 11 കൊണ്ട് നോക്കാം. 91. 91നെ നമുക്ക് 13 കൊണ്ടോ 7 കൊണ്ടോ ഡിവൈഡ് ചെയ്യാം. 13 7. സോ 5005 ഈക്വൽസ് 5 × 7 × 11 × 11 × 13. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് 7429 7429. ഈ 17 കുറേയേറെ നേരം ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് കിട്ടുകയുള്ളൂ. 437 വന്നു. അതും ആകെ ഇതിന് 2 ഫാക്ടേഴ്സേ ഉള്ളൂ. നമ്മൾ പലതും ഇട്ട് ട്രൈ ചെയ്ത് നോക്കണം. 19ഉം 23. സോ 7429 ഈക്വൽസ് 17 × 19 × 23. ഇത് ഇച്ചിരി ടഫാണ്. നമ്മൾ ഡിവിഷൻ കുറേയേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ റൂൾസ് ഒന്ന് പറയാം. നമുക്ക് LCMഉം HCFും ആണ് കണ്ടുപിടിക്കേണ്ടത്. LCM എന്ന് പറഞ്ഞാൽ ഓൾ ആൻഡ് ഹയസ്റ്റ് ആണ്, അങ്ങനെ ഓർക്കുക. HCF എന്ന് പറഞ്ഞാൽ കോമൺ ആൻഡ് ലീസ്റ്റാണ്. ഓൾ എന്ന് പറഞ്ഞാൽ ഓൾ ഫാക്ടേഴ്സ് എടുക്കുക, അതിൻ്റെ ഹയസ്റ്റ് പവറാണ് LCM എന്ന് പറഞ്ഞാൽ. HCF എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടേഴ്സ് മാത്രം എടുക്കുക,
ആ കോമൺ ഫാക്ടേഴ്സിൽ തമ്മിലുള്ള ലീസ്റ്റ് പവറാണ് HCF എന്ന് ഓർത്തിരിക്കണം, വളരെ അത്യാവശ്യമാണ്. ഇനിയും ഇതേപോലെ തന്നെ ഇവരൊരു വേരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ, വേരിഫൈ ദാറ്റ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. രണ്ട് നമ്പേഴ്സ് എയും ബിയും തന്നിരിക്കട്ടെ. നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം HCF കണ്ടുപിടിക്കണം, HCF ഓഫ് AB കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ LCM ഓഫ് AB കണ്ടുപിടിക്കുക, LCM ഓഫ് AB. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് A ഇൻറ്റു B ചെയ്യുക, സോ A ഇൻറ്റു B കണ്ടുപിടിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതാം HCF ഇൻറ്റു LCM കണ്ടുപിടിക്കുക, HCF ഓഫ് AB ഇൻറ്റു LCM ഓഫ് A ആൻഡ് B അത് കണ്ടുപിടിക്കുക. അത് A ഇൻറ്റു B ചെയ്തപ്പോൾ കിട്ടിയ അതേ ആൻസറാണോ കിട്ടുക എന്ന് ചെക്ക് ചെയ്യുക, ഈക്വൽ ടു A ഇൻറ്റു B. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 3 ക്വസ്റ്റ്യൻ ഉണ്ട്, 3 ഞാൻ ചെയ്തു തരാം, നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തും നോക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ 26 ആൻഡ് 91 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 26നെ ഫാക്ടറൈസ് ചെയ്യുക. ആകെ 2 ഫാക്ടേഴ്സായ 26-നുള്ളൂ, 2ഉം 13ഉം. സോ 2 ഇൻറ്റു 13. അതുപോലെ തന്നെ 91നെ ഒന്ന് ഫാക്ടേഴ്സ് ചെയ്യുക. 91നും 2 ഫാക്ടേഴ്സേ ഉള്ളൂ, 7ഉം 13ഉം. സോ 91 ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 7. ഇനി നമ്മുടെ റൂൾ ഒന്ന് ഓർക്കുക. LCM എന്ന് പറഞ്ഞാൽ ഓൾ ആണ്, ഓൾ ആൻഡ് ഹയസ്റ്റ് ആണ്, ഓൾ ഫാക്ടേഴ്സ് ആൻഡ് ഹയസ്റ്റ് പവർ ആണ് LCM. HCF എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടേഴ്സ് വിത്ത് ലോവസ്റ്റ് പവറാണ് HCF എന്ന് പറഞ്ഞാൽ. ഇവിടെ രണ്ടിനും എല്ലാത്തിനും ഒരേ പവറാണ്, അതുകൊണ്ട് പവറിൻ്റെ ഒരു പ്രശ്നം ഈ ക്വസ്റ്റ്യനിലില്ല, ഓൾ ഫാക്ടേഴ്സാണ്. അപ്പോൾ സോ 26ൻ്റെ ഫാക്ടേഴ്സ് എഴുതുക, 2 ഇൻറ്റു ഓൾ എഴുതാൻ, ഓൾ മൊത്തം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സോ 2 ഇൻറ്റു 13, 91ൻ്റെ എഴുതുക. 13 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഇനി 7 മാത്രമേ ബാലൻസ് ഉള്ളൂ. സോ 2 ഇൻറ്റു 13 ഇൻറ്റു 7 ആണ് LCM. HCF നോക്കിയാൽ കോമൺ, രണ്ടിനും കോമൺ ഉള്ളത് ഏത് മാത്രമാണ്? 13 മാത്രമേ രണ്ടിനും, ഇവിടെയും 13 ഉണ്ട്, താഴെയും 13 ഉണ്ട്. സോ 13 മാത്രമേ കോമൺ ഉള്ളൂ, അതുകൊണ്ട് അതായിരിക്കും നമ്മുടെ HCF. LCM എന്ന് പറഞ്ഞാൽ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 2 ഇൻറ്റു 26 182 ആണ് LCM. നമ്മളോട് ആ വേരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, വെരിഫൈ ദാറ്റ് എന്ന് പറഞ്ഞ സംഗതി ചോദിച്ചിട്ടുണ്ട്. സോ LCM ഇൻറ്റു HCF കണ്ടുപിടിക്കണം. എന്താ LCM ഇൻറ്റു HCF? 182 ഇൻറ്റു 13 എത്ര കിട്ടി? 182 ഇൻറ്റു 13, 2 ഇൻറ്റു 3 6 ഇൻറ്റു 3 24, 2 26, 2 3 6 6. ഇതാണ് നമ്മുടെ LCM ഇൻറ്റു HCF വരിക. നമ്മുടെ ഫോർമുല ഓർമ്മയുണ്ടല്ലോ, LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു A ഇൻറ്റു B വേണം. ഇവിടെ എയും ബിയും നമുക്ക് 26 ഇൻറ്റു 91 ആണ്. സോ 26 ഇൻറ്റു 91 ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ മൾട്ടിപ്ലിക്കേഷൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അത് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പമാകുന്ന കാര്യമേ ഉള്ളത്. 23. സോ 2366 2366 തന്നെ കിട്ടി. അത് തന്നെ A ഇൻറ്റു B കിട്ടി. സോ LCM ഇൻറ്റു HCF ഈക്വൽസ് A ഇൻറ്റു B. ഇതാണ് നമ്മുടെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 510 ആൻഡ് 92. നമ്മൾ ആദ്യം ചെയ്ത പോലെ 510നെ ഫാക്ടറൈസ് ചെയ്യുക. 2 255, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 5 51, 3 കൊണ്ട് ചെയ്യാം 1 17. ഇനി ഒന്നുമില്ല, 17 വരെ ഉള്ളൂ. 92 ഫാക്ടറൈസ് ചെയ്യാമല്ലോ. 2 46, എഗെയിൻ 2 കൊണ്ട് ചെയ്യുക 23. സോ നമുക്കെങ്ങനെ പറയാം? 510 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഇൻറ്റു, അല്ലെങ്കിൽ 2 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 17. ഇതുപോലെ 92ന് എഴുതാമല്ലോ. 92 ഈക്വൽസ് 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 23. LCM ഓർക്കുന്നുണ്ടല്ലോ, ഓൾ ഫാക്ടേഴ്സ് എഴുതണം. അപ്പോൾ ഇവിടെ ഏതൊക്കെയുണ്ട്? ഓൾ ഫാക്ടേഴ്സിൻ്റേത് 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 17 ഉണ്ട്. ഇനി നോക്കി 92, അവിടെ 2 ഉണ്ട്, നമ്മൾ ഓൾറെഡി 2 എഴുതിയിട്ടുണ്ട്. ഇനി 23 കൊണ്ട് എഴുതാനുണ്ട്. ഹയസ്റ്റ് പവറാണ് ഇനി എഴുതേണ്ടത്. 2ൻ്റെയും 2 സ്ക്വയറിൻ്റെ ഹയസ്റ്റ് പവർ 2 സ്ക്വയർ. സോ ഇവിടെ 2 സ്ക്വയർ ഇട്ട് കൊടുക്കണം.
ഇതാണ് നമ്മുടെ LCM. HCF എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്നത് എടുക്കണം. ഇവിടെ ഏതൊക്കെയുണ്ട് കോമൺ? മേളിലും താഴെയും 2 മാത്രമേ ഉള്ളൂ കോമൺ. അപ്പം 2ഉം 2 സ്ക്വയറും ഉണ്ട്. അതിൽ 2 സ്ക്വയറിൻ്റെ ലീസ്റ്റ് വേണം എഴുതാൻ. 2നും 2 സ്ക്വയർ വരുമ്പോൾ അതിൻ്റെ ലീസ്റ്റ് ചെയ്താ 2 ഉണ്ട്, 2 സ്ക്വയർ ഉണ്ട്. അത് ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ HCF ഈസ് ഈക്വൽ ടു 2. ഇതാണ് നമ്മുടെ HCF. LCM എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന 2 എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, LCM കിട്ടും. നമ്മളോടൊരു വെരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു A ഇൻറ്റു B എന്ന് പറഞ്ഞ്. അപ്പം നമ്മുടെ ആദ്യമേ LCM ഇൻറ്റു HCF കണ്ടുപിടിക്കുക. 23460 ഇൻറ്റു 2 0 2 9 6 4 46,920 കിട്ടി. അടുത്ത നമ്മുടെ ജോലി A ഇൻറ്റു B കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. A നമുക്കറിയാം 510 ആണ്, B എന്ന് പറഞ്ഞാൽ 92 ആണ്. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 51 ഇൻറ്റു 92 2 25 10 9 9 2 46 4692 0. ഇതാണ് A ഇൻറ്റു B. രണ്ടും സെയിം ആയിട്ട് കിട്ടി. Therefore LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു A ഇൻറ്റു B അല്ലേ? A ഇൻറ്റു B എന്ന് പറഞ്ഞാൽ 510 ഇൻറ്റു 92. ദാറ്റ് ഈസ് LCM ഇൻറ്റു HCF ഈക്വൽസ് A ഇൻറ്റു B. ചില സ്പീഡ് കൂടുതലാണെന്നറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 336 ആൻഡ് 54. നേരത്തെ ചെയ്ത പോലെ 336നെ ഫാക്ടറൈസ് ചെയ്യുക. 168 എഗെയിൻ 2 കൊണ്ട് ചെയ്യുക. 84 2 കൊണ്ട് ചെയ്യുക. 42 എഗെയിൻ 2 കൊണ്ട് ചെയ്യുക. 21 3 കൊണ്ട് ചെയ്യുക. 7. അതുപോലെ 54നെ ചെയ്യുക. 2 ഇൻറ്റു 27 3 9 എഗെയിൻ 3 കൊണ്ട് ചെയ്യുക. 3. സോ നമുക്കൊന്ന് എഴുതാം. സോ 336 ഈസ് ഈക്വൽ ടു 1 2 3 4 2 ഉണ്ട്. സോ 2⁴ ഇൻറ്റു 3 ഇൻറ്റു 7. 54 ഈക്വൽസ് 2 ഇൻറ്റു 3 1 2 3 എണ്ണം ഉണ്ട്. 3⁻3. സോ LCM ഈക്വൽസ് ഓൾക്കുന്നുണ്ടല്ലോ, ഓൾ 2 ഉണ്ട് 3 ഉണ്ട് 7 ഉണ്ട്. അത് എഴുതുക. 2 ഇൻറ്റു 3 ഇൻറ്റു 7 എഴുതുക. താഴെ നമ്മൾ 2ഉം 3ഉം ആണ്, അത് ഓൾറെഡി എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇനി എഴുതണ്ട. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹയസ്റ്റ് പവർ എടുക്കണം ഓരോന്നിൻ്റെ. 2 ഉണ്ട് 2⁴ ഉണ്ട്. ഹയസ്റ്റ് പവർ 4 അല്ലേ? അപ്പം നമ്മൾ ഈ 2വിന് അവിടെ 2⁴ കൊടുക്കണം. 3 ഉണ്ട് 3³ ഉണ്ട്. ഹയസ്റ്റ് പവർ 3³ ആണ്. 3³ കൊടുക്കുക. 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്കുള്ള LCM കിട്ടും. ദാറ്റ് ഈസ് 16 ഇൻറ്റു 27 ഇൻറ്റു 7 മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കുള്ള LCM കിട്ടും. ഇനി ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എടുക്കുക. ഇവിടെ നോക്കി 2 3യും രണ്ടിടത്തുമുണ്ട്. 2ഉം 3യും രണ്ടിടത്തും ഉള്ളതുകൊണ്ട് 2 എഴുതുക ഇൻറ്റു 3 എഴുതുക. ഇനി നമുക്ക് വേണ്ട ലീസ്റ്റ് പവർ 2ൻ്റെയും 2⁴ ലീസ്റ്റ് പവർ എത്രയാണ്? 2 ആണ്. സോ 2 ഉണ്ട്. 3യുടെയും 3³ ലീസ്റ്റ് പവർ 3 ആണ്. സോ 2 ഇൻറ്റു 3 ആണ് നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. വളരെ എളുപ്പമുള്ള ജോലിയാണ് ഇതെല്ലാം. A ഇൻറ്റു B കണ്ടുപിടിക്കുക. A എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന 336 ആണ്. B എന്ന് പറഞ്ഞാൽ 54 ആണ്. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 336 ഇൻറ്റു 54 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 24. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാമെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാന കാര്യം. സോ 18,144 18,144 A ഇൻറ്റു B. LCM ഇൻറ്റു HCF കൂടെ ചെയ്യുക. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു 3024 ഇൻറ്റു 6. അത് ചെയ്യുമ്പോഴും 6 ഇൻറ്റു 4 24 4 18. സോ 18,144 കിട്ടി. Therefore LCM ഇൻറ്റു HCF ഈക്വൽസ്
എ ഇൻറ്റു ബി. അങ്ങനെ നമ്മളതും വെരിഫൈ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3 ഫൈൻഡ് ദ LCM ആൻഡ് HCF എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചെയ്ത അതേ മെത്തേഡാണ്. ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. 12നെ ഫാക്ടറൈസ് ചെയ്യുക. സോ 2 സ്ക്വയർ ഇൻറ്റു 3 വരും. 15 നമുക്കറിയാം 5 ഇൻറ്റു 3 മാത്രമേ ഉള്ളൂ. 15ൻ്റെ ഫാക്ടേഴ്സ്. 21 എന്ന് പറഞ്ഞാലും നമുക്കറിയാം 21 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 7 മാത്രമേ 21-നുള്ളൂ. സോ ഓരോന്നായിട്ടൊന്ന് എടുത്തെഴുതുക. 12 ഈസ് ഈക്വൽ ടു 2 2 ഉണ്ട്. 2 സ്ക്വയർ ഇൻറ്റു 3 ആണ് നമ്മുടെ 12. 15 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 5 ആണ് നമ്മുടെ 15. 21 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 7 ആണ്. LCM കണ്ടുപിടിക്കാൻ ഓൾ ടേംസ് എഴുതണം. സോ 2 ഉണ്ട്, 3 ഉണ്ട്, താഴെ ഒരു 3 ഉണ്ട്, നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 5 എഴുതണം. 21-ൽ ഒരു 3 ഉണ്ട്, അത് എഴുതിയിട്ടുണ്ട്. 7 എഴുതണം. ഇതിൽ 2-ന് മാത്രം ഒരു 2 സ്ക്വയർ എന്നുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് LCM എഴുതുമ്പം ഹയസ്റ്റ് പവറായിട്ട് 2 സ്ക്വയർ എഴുതുക. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് LCM കിട്ടും. ഇനി HCFൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കോമൺ ഫാക്ടേഴ്സ് എടുക്കണം. ഇവിടെ 3 ഉണ്ട്, 3 കോമൺ, 3 മാത്രമേ ഉള്ളൂ കോമൺ. സോ LCMും HCFും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 4 ഇൻറ്റു 3 ഇൻറ്റു 5 ഇൻറ്റു 7, 4 ഇൻറ്റു 3 12 ഇൻറ്റു 5 60 ഇൻറ്റു 7 6 ഇൻറ്റു 7 420 ആണ് LCM. HCF എന്ന് പറഞ്ഞാൽ 3യും. അടുത്ത ക്വസ്റ്റ്യൻ 17 23 29. ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതെല്ലാം പ്രൈം ഫാക്ടേഴ്സാണ്. 17 ഇൻറ്റു 1 മാത്രമേ ഉള്ളൂ. 23 ഇൻറ്റു 1 മാത്രമേ ഉള്ളൂ. 29 എന്ന് പറഞ്ഞാൽ 29 ഇൻറ്റു 1 മാത്രമേ ഉള്ളൂ. സോ ഓൾ എഴുതുമ്പം നമുക്ക് 17 ഇൻറ്റു 1 എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ 1 നമ്മൾ എഴുതേണ്ട കാര്യമില്ല. 23 ഇൻറ്റു 29 എല്ലാത്തിനും ഒരു പവറേ ഉള്ളൂ. എന്നാൽ HCF നോക്കിക്കുക, കോമൺ ആയിട്ട് നമുക്കൊന്നുമില്ല. 1 ഒഴികെ വേറൊന്നും കോമൺ ഇല്ല. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈക്വൽസ് 1. LCM എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 1133 ആണ് നമ്മുടെ LCM. അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8 9 ആൻഡ് 25. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാവുന്നതാണ് 8ൻ്റെ ഫാക്ടേഴ്സ് എല്ലാം. 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. സോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ്, 2 ക്യൂബാണ്. 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ അല്ലെങ്കിൽ 3 ഇൻറ്റു 3 ആണ്. 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്. അപ്പം നമുക്ക് ഓൾ ഫാക്ടേഴ്സ് എഴുതുക. ഓൾ എന്തുണ്ട്? 2 ഉണ്ട്, 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. അപ്പം 3 ഉണ്ട്, 5 ഇൻറ്റു 5 5 ഉണ്ട്. സോ ഓൾ ഫാക്ടേഴ്സ് എഴുതുക. 2 3 5 എഴുതുക. ഇതിൻ്റെ ഹയസ്റ്റ് പവർ 2-ൻ്റെ ഹയസ്റ്റ് പവർ 2 ക്യൂബാണ്. 3യുടെ ഹയസ്റ്റ് പവർ 3 സ്ക്വയർ ആണ്. 5-ൻ്റേത് 5 സ്ക്വയറും മൾട്ടിപ്ലൈ ചെയ്താൽ LCM കിട്ടും. സോ 8 ഇൻറ്റു 9 ഇൻറ്റു 25 ഇൻറ്റു 8 200 1800 ആയിരിക്കും ആൻസർ. HCF വളരെ ഈസിയാണ്, കാരണം ഒന്നിനും കോമൺ ആയിട്ട് യാതൊരു ഫാക്ടറും ഇല്ല. കോമൺ ആയിട്ട് 1 മാത്രമേ ഉള്ളൂ. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഈക്വൽസ് 1. അടുത്ത ക്വസ്റ്റ്യൻ ഗിവൺ ദാറ്റ് എന്ന് പറഞ്ഞ 4ാമത്തെ ക്വസ്റ്റ്യനാണ്. അവർ ഗിവൺ HCF അവർ നമുക്ക് തന്നിട്ടുണ്ട് 9. LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. A ഉണ്ട്. A എത്രയാണ്? 306 ആണ്. B എത്രയാണ്? B ഈസ് ഈക്വൽ ടു 657 ആണ്. ഫോർമുല ഉപയോഗിച്ച് വിത്തൗട്ട് നമ്മൾ നമ്മുടെ ആ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലല്ലാതെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു A ഇൻറ്റു B എന്നൊരു ഫോർമുല ഉണ്ടല്ലോ. അതിൽ LCM ഇൻറ്റു HCF 9 ആണ്. A എന്ന് പറഞ്ഞാൽ 306 ആണ്. B എന്ന് പറഞ്ഞാൽ 657. സോ ഫോർമുലയിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. LCM ഈസ് ഈക്വൽ ടു 306 ഇൻറ്റു 657 ഡിവൈഡഡ് ബൈ 9. ക്യാൻസലായി പോകും. 306 102. അഗെയിൻ 3 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 34 മൾട്ടിപ്ലൈ ചെയ്യുക. 657 ഇൻറ്റു 34 മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാൻ സ്പീഡ് ഉണ്ടെങ്കിൽ ചെയ്ത് സ്പീഡാക്കണം. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഈക്വൽസ് 22338. ഇതാണ് നമ്മുടെ LCM. 5ാമത്തെ ക്വസ്റ്റ്യൻ ചെക്ക് വെദർ
6n ക്യാൻ എൻഡ് വിത്ത് 0. അതായത് 6n നമ്മൾ ചെയ്യുമ്പം 0യിൽ അവസാനിക്കാൻ വല്ല സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അവർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് 0യിൽ അവസാനിക്കുന്ന അപ്പം 10 എടുക്കാം, 20, 30, ഒരു 50, ഇതെല്ലാം 0യിൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ആണല്ലോ. ഒന്ന് പ്രൈം ഫാക്ടേഴ്സ് ചെയ്ത് നോക്കി. 10 എന്ന് പറഞ്ഞാൽ 2 × 5 ആണ്. 20 എന്ന് പറഞ്ഞാൽ 2 × 2 × 5 ആണ്. 30 എന്ന് പറഞ്ഞാൽ 2 × 3 × 5 ആണ്. 50 എന്ന് പറഞ്ഞാൽ 2 × 5 × 5 ആണ്. ഏതൊരു കേസ് എടുത്താലും 10 എടുത്താൽ 10ൽ കണ്ടോ, ഏതെല്ലാം 0യിൽ അവസാനിക്കുന്ന ഏതൊരു കേസ് എടുത്താലും 2ഉം 5ഉം കോമൺ ഉണ്ട്. 20ലും ഉണ്ടൊരു 2ഉം 5ഉം, 30ലുണ്ട് 2ഉം 5ഉം. അപ്പോൾ 0യിൽ അവസാനിക്കുന്ന ഏത് നമ്പർ എടുത്താലും 2ഉം 5ഉം ഒരു ഫാക്ടർ ആയേ പറ്റൂ. 2ഉം 5ഉം അതിൻ്റെ ഫാക്ടേഴ്സ് ആയേ പറ്റൂ. അപ്പോൾ 6ൻ്റെ ഫാക്ടർ നമ്മളൊന്ന് എടുത്തു നോക്കി. 2 × 3 ആണ്. 5 വേണം, 5 ഇല്ല. 3 മാത്രമേ 2 മാത്രമേ ഉള്ളൂ, 5 ഇല്ല. ഇവിടെ 6n ചെയ്താൽ 2 × 3 കിട്ടുകയുള്ളൂ, 5 അതിലില്ല. അതുകൊണ്ട് 0യിൽ അവസാനിക്കുന്ന നമ്പർ നമുക്ക് 6n ചെയ്താൽ കിട്ടില്ല. അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം. ഫോർ എ നമ്പർ ടു എൻഡ് വിത്ത് 0, ഇറ്റ് ഷുഡ് ഹാവ് 2 and 5 as factors. Here 6 is equal to 2 × 3, which doesn't have 5 as a factor. So 6n can never end with 0. അടുത്ത ക്വസ്റ്റ്യൻ, 2 നമ്പേഴ്സ് തന്നിട്ട് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പ്രൈം നമ്പറിനെ കുറിച്ചൊക്കെ പറഞ്ഞതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ. 5 ഒരു പ്രൈം നമ്പറാണ്, കാരണം 5 എന്ന് പറഞ്ഞാൽ 1 × 5 മാത്രമേ ഉള്ളൂ. എന്നാൽ 24 അങ്ങനെയല്ല. 24 നമുക്ക് വേണമെങ്കിൽ 8 × 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 6 × 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 12 × 2 എന്ന് എഴുതാം. അങ്ങനെ ധാരാളം ഫാക്ടേഴ്സ് ഈ 24-നുണ്ട്. അതുകൊണ്ട് 24 എന്തല്ല, പ്രൈം അല്ല, കോമ്പോസിറ്റ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒന്ന് നോക്കാം. രണ്ടിടത്തും 13 ഉണ്ട്. ഈ കേസിൽ 13 ഒന്ന് കോമൺ എടുക്കാം. സോ 7 × 11 + 1 ഈക്വൽസ് 13 × 7 × 11 77 + 1 78. കണ്ടോ, 2 നമ്പറിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇതെന്തല്ല, പ്രൈം നമ്പർ അല്ല, ഇതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. അത് നമ്മൾ therefore the given number is composite, അല്ലെങ്കിൽ the given number is a composite number. സിമിലർലി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനും ചെയ്യാം. ഇവിടെ രണ്ടിടത്തും നടുക്കൊരു പ്ലസ് ഉണ്ട്, രണ്ടിടത്തും കോമൺ ആയിട്ട് 5 ഉണ്ട്. ബാക്കി നമുക്കൊന്ന് എഴുതാം. 7 × 6 × 5 കോമൺ എടുത്തു, 4 × 3 × 2 × 1 + 5 കോമൺ എടുത്തു. അപ്പോൾ 1 ഈക്വൽസ് 5 × ഈ തന്നിരിക്കുന്ന സാധനമൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 1008 + 1 ഈക്വൽസ് 5 × 1009. കണ്ടോ, ഇവിടെ നമ്മൾ 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്തത്. 5 × 1009 നമുക്ക് മൾട്ടിപ്ലൈ 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, therefore the given number also is a composite number. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പരീക്ഷയ്ക്കൊക്കെ 1 മാർക്കിന് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ഒരു സർക്കുലർ പാത്തുണ്ട്. സോണിയ 18 മിനിറ്റ് കൊണ്ടാണ് ഒരു റൗണ്ട് ആ വണ്ടി ഓടിക്കുന്നത്, ഡ്രൈവ് ചെയ്യുന്നത്. രവിക്ക് 12 മിനിറ്റ് കൊണ്ട് ഒരു റൗണ്ട് ഡ്രൈവ് ചെയ്യാം. ഇവർ ഒരേ സമയത്തെയാണ് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ, ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എപ്പോഴാണ് അവർ ഇനിയും കണ്ടുമുട്ടുന്നതാണ് ചോദ്യം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സോണിയ 18 മിനിറ്റ് കൊണ്ടും രവി 12 മിനിറ്റ് കൊണ്ടും ഒരു റൗണ്ട് പൂർത്തിയാക്കുമെന്നാണ്. സോ രണ്ടാമത്തെ റൗണ്ട് പൂർത്തിയാക്കാൻ സോണിയയ്ക്ക് 18 മിനിറ്റിൻ്റെ കൂടെ ഒരു 18 മിനിറ്റ് കൂടെ വേണം. ദാറ്റ് ഈസ് 36 മിനിറ്റ് കൊണ്ടായിരിക്കും സോണിയ രണ്ടാമത്തെ റൗണ്ട് പൂർത്തിയാക്കുന്നത്. 12 മിനിറ്റ് കൊണ്ട് രവി ഫസ്റ്റ് റൗണ്ടും അടുത്ത 12 മിനിറ്റ് കൊണ്ട് സെക്കൻഡ് റൗണ്ടും മൂന്നാമത്തെ 12 മിനിറ്റ്, അതായത് 36ാമത്തെ മിനിറ്റിൽ തേർഡ് റൗണ്ടും രവി പൂർത്തിയാക്കും. അതായത് 36 മിനിറ്റ് കൊണ്ട് രവി 3 റൗണ്ട് ഓടിക്കുമ്പം സോണിയയ്ക്ക് 2 റൗണ്ട് ഓടിക്കാനേ പറ്റുകയുള്ളൂ. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് ശേഷം അവരെപ്പോഴാണ് വീണ്ടും ഒരുമിച്ച് വരുന്നതെന്നാണ്. ഇപ്പോൾ എഴുതിയ ഇതിൽ നമുക്ക് മനസ്സിലാകും 36ാമത്തെ മിനിറ്റിലാണ് അവർ
പിന്നെ സ്റ്റാർട്ടിങ്ങിന് ശേഷം ഒരുമിച്ച് കാണുന്നത്. പക്ഷേ നമുക്കറിയാം എക്സാമിന് ഇങ്ങനെ കുത്തിയിരുന്ന് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. സോ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ LCM കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇങ്ങനെ നമ്മൾ ആൻസർ എഴുതേണ്ടത് ദേ വിൽ റീച്ച് എഗെയിൻ ആഫ്റ്റർ ദ LCM ഓഫ് 18 and 12. അപ്പം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 12ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. 2 into 3 ആണ്, ദാറ്റ് ഈസ് 2 square into 3 ആണ് 12. 18ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുക. 18 എന്ന് പറഞ്ഞാൽ 2 into 9, 3 into 3, ദാറ്റ് ഈസ് 3 square into 2 ആണ്. നമുക്ക് LCM എന്ന് നോക്കാം. LCM എന്ന് പറഞ്ഞാൽ LCM ഓഫ് 18 and 12 എല്ലാ ഫാക്ടേഴ്സും എടുക്കണം. രണ്ടിടത്തും 2ഉം 3ഉം ഉണ്ട് രണ്ടിടത്തും. സോ 2 into 3 എഴുതുക. ഹയസ്റ്റ് പവർ 2ൻ്റെ ഹയസ്റ്റ് പവർ 2 square ആണ്. 3യുടെ തമ്മിൽ ഹയസ്റ്റ് പവർ 3 square ആണ്. സോ 2 square 4 into 3 square 9, 36 മിനിറ്റാണ് ആൻസർ.